റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, പഠിപ്പിക്കുകയാണ്, ഇന്നലി കുല്ലി ശൈഇൻ ഖൽബാ വഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ. എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട് സാബാ, വിശുദ്ധ ഖുർആനിന്റെ ഹൃദയം യാസീനാണ്, യാസീനാൻ. ഇന്ന ലികുല്ലി ശൈഇൻ ഖൽബാ വഖൽബുൽ ഖുർആൻ സൂറത്ത് യാസീൻ. സയ്യിദുനാ റസൂലുള്ളാഹി മനസ്സിലായിക്കോ. അതുകൊണ്ടാണ് എന്ത് ഈ യാസീൻ തന്നെ നമ്മൾ പിടിക്കുന്നത്. എല്ലാ ദിവസവും ഓതാറുണ്ടോ? ഓതാറില്ലെങ്കിൽ ഓതണം. എന്തുകൊണ്ട്? കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ ബീവി നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ നിത്യമാക്കുമായിരുന്നു. കാന എന്ന പദം തന്നെ ദായിമിനെ കുറിക്കുന്നതാണ്. കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യദൂമു അലാ ഖിറാഅത്തി സൂറത്തി യാസീൻ സ്വബാഹൻ വമസാഅ. എല്ലാ ദിവസവും പ്രഭാതത്തിലും പ്രദോഷത്തിലും അല്ലാഹുവിന്റെ റസൂല് യാസീൻ ഓതുമായിരുന്നു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആരോതും? സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മളോ ഓതി വാപ്പ മരിക്കണം, അപ്പൊ ഒരു യാസീൻ ചിലപ്പോൾ ഓതിയെന്നിരിക്കും. അപ്പൊ തന്നെ ഓതൂല, വേറെ തിരക്കിലാണ്. ആൾക്കാർ ഓതുന്നിടയ്ക്ക് നമ്മൾ വേറെ ഫേസ്ബുക്കിൽ ലൈവ് ചെയ്യണം. സമസ്യ മാത്തൂർസാ വന്നിട്ടുണ്ട്, ലൈവ് ചെയ്ത് കാണിക്കുക. ഇതാ പരിപാടി, നമ്മുടെ പരിപാടി അല്ലേ. ഒരു 3 നടക്കുന്നു, 7 നടക്കുന്നു, 11 നടക്കുന്നു. ആ വീട്ടുകാരൻ അവിടെ ഇരുന്നിട്ട് റാഹത്തായ നിലയിൽ അവൻ ഓതാറുണ്ടോ യാസീൻ? മിക്ക വീട്ടിലും ഇല്ല. അവനിങ്ങനെ മുന്തിരിഞ്ഞ എടുത്തോണ്ട് നടക്കുക. അതെ, ആപ്പിൾ, ഓറഞ്ച്, മുന്തിരി, ഇതാ പരിപാടി. അത് കൊടുക്കണ്ടെന്നല്ല, നീ അവിടെ ആ സദസ്സിൽ വന്നിരുന്നിട്ട് അതിന് വേറെ ആളെ ഏൽപ്പിച്ചിട്ട് സ്വന്തം വാപ്പ മരിച്ചല്ലേ അവിടെ വന്ന് അടങ്ങിയിരുന്നിട്ട് ഒരു യാസീനെങ്കിലും മാന്യമായി ഓത്. ശ്രദ്ധിക്കണം, യാസീൻ ചെറിയ കാര്യമല്ല. വിശുദ്ധ ഖുർആനിന്റെ ഹൃദയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുക. ആ യാസീനിൽ എന്താ ഉള്ളത്? മഹത്തുക്കളെ വർണ്ണിക്കുക. ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു തആല അൻഹു എന്ന ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അനുയായികളെ കൊണ്ട് വിശ്വസിച്ചതാകുന്ന മഹാനുഭാവന്റെ ചരിത്രമാണ് പരിശുദ്ധമായ സൂറത്ത് യാസീൻ. അഥവാ മുത്തുനബിയുടെ അനുയായികൾ ലോകാവസാനം വരെ അവരുടെ ഹൃദയത്തിൽ ഏത്തേണ്ട സൂക്തമെന്ന് ഹബീബ് റസൂലുള്ളാഹി. മനസ്സിലാക്കണം, മഹാന്മാരുടെ സ്മരണ അതാണ് സൂറത്ത് യാസീൻ. ചെറിയ കാര്യമല്ല. അവരെ ചൊല്ലിയിട്ട് അവരുടെ ചരിത്രം പറഞ്ഞിട്ട് നീ ബർക്കത്തെടുത്തോ. ഇങ്ങനെ ഓതിയിട്ട് കാര്യമില്ല. ഇതെന്താണ് ഇതിനുള്ളിലുള്ളത് എന്ന് മനസ്സിലാക്കണ്ടേ? ചെറിയ കാര്യമല്ല. അവരുടെ പൊരുത്തം കാംക്ഷിക്കുക ചെറിയ കാര്യമല്ല. വലിയെന്ന് പറഞ്ഞാൽ എന്താണ്? ആരാ വലിയടോ? ആരാ വലിയ? ഇവരൊക്കെയാണ് മഹാന്മാർ. അമ്പിയാക്കൾ, അവർക്ക് ശേഷം വന്നതാകുന്ന സ്വഹാബത്ത്, അവർക്ക് ശേഷം വന്ന താബികൾ, അവർക്ക് ശേഷം വന്ന തബഉ താബികൾ, അവർക്ക് ശേഷം വന്ന ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ പോലെ മഹത്തുക്കളാകുന്ന അയിമത്തുകൾ, അവർക്ക് ശേഷം വന്നതാകുന്ന 2ാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനെ പോലെ, അവർക്ക് ശേഷം വന്നതാകുന്ന ഉലമാക്കളെ പോലെ, പണ്ഡിതന്മാരെ പോലെ, സമസ്തയുടെ ഉലമാക്കളെ പോലെ അവരാണ് യഥാർത്ഥ ഉലമാക്കൾ. നമുക്കറിയാം, ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, ഉറക്കെ പറയൻ, മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണ്, ചെറിയ ആളല്ല. മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു ഹിജ്റ 470 ജീലാനിൽ ജനിച്ച മഹാനുഭാവൻ. ഹിജ്റ 561 ലോകത്ത് നിന്ന് വിട പറഞ്ഞുപോയ മഹാനുഭാവനാണ് മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. വലിയ മഹാനാണ്, ആള് ചെറിയ ആളല്ല. അദ്ദേഹം അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട വ്യക്തിയാണെന്ന് മാത്രമല്ല, ഔലിയാക്കളുടെ നേതൃത്വമായിരുന്നു, കുത്തുബായിരുന്നു. മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അബ്ദുൽ ഖാദിർ എന്ന പേരുള്ള മഹാനുഭാവൻ. ആള് നിസ്സാരനല്ല. ശ്രദ്ധിക്കണം, ഒരു വലിയനെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്, ഒരു ഔലിയാഇന്റെ നേതൃത്വത്തെ പരിചയപ്പെടുത്തുന്നു. അള്ളാഹുവിനെ കുറിച്ച് പഠിച്ച വ്യക്തി. ഹിജ്റ 470 ജനിച്ച മഹാനുഭാവൻ ജീലാൻ എന്ന പ്രദേശത്താണ് ജനിച്ചത്. അതുകൊണ്ടാണ് ജീലാനി എന്ന അദ്ദേഹത്തിന് വലിയ പേരുള്ളത്. നമ്മളൊക്കെ സുന്നികളാണ്. മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു റാത്തീബുകൾ ദിനേന ഓതുന്നവരും പതിവാക്കുന്നവരും കുറഞ്ഞതൊരു മാസത്തിലെങ്കിലും അത്തരത്തിലുള്ള റാത്തീബിന്റെ സദസ്സുകൾ പങ്കെടുക്കുന്നവരുമാണ്. റബീഉൽ ആഖിർ 11-നാണ് അദ്ദേഹം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത്. റബീഉൽ ആഖിറിന് വരുന്നുണ്ട് നമുക്ക്. ഈ റബീഉൽ ആഖിറിൽ അവരുടെ ആണ്ടുകൾ നമ്മൾ കഴിക്കുന്നവരാണ്. മുഹയ്യിദ്ദീൻ ശൈഖിന്റെ പേര് കേൾക്കുമ്പോൾ വലിയ പുളകിതരാകുന്ന നമ്മൾ മുഹയ്യിദ്ദീൻ ശൈഖ് ആരാണ് എന്ന് പഠിക്കണം.
ഹിജറ 470 ലോകത്ത് ജനിച്ച മഹാനുഭാവൻ 488 അഥവാ 18ാമത്തെ വയസ്സിൽ ബഗ്ദാദിന്റെ മണ്ണിലേക്ക് ഇൽമു തേടി കൊണ്ടുപോയി വഹീദ് ശൈഖ് റളിയല്ലാഹു അൻഹു. അന്ന് ബഗ്ദാദിന്റെ മണ്ണിലാണ് ആത്മീയ പ്രഭ മുത്തി നിൽക്കുന്നത്. വലിയ വലിയ ആലിമീങ്ങൾ, വലിയ വലിയ പണ്ഡിതന്മാർ നിലകൊള്ളുന്ന മേഖലയാണ് ബഗ്ദാദ്. ഇൽമു തേടിപ്പോയി. വലിയ ചരിത്രമാണ്. പിതാവ് ചെറുപ്പത്തിലെ മരണപ്പെട്ടുപോയി. ആ പിതാവിന്റെ ഓഹരി മഹാനുഭാവനും അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഹോദരനും കൂടി കിട്ടിയത് എത്രയാണ്? 40 സ്വർണ്ണ നാണയമാണ് കൊടുത്തത്. അത് വാപ്പയുടെ ഓഹരിയാണ്. നേരെ പകുതിയാക്കി 40 സ്വർണം മൂത്ത ജ്യേഷ്ഠന് കൊടുത്തു, 40 അനുജനാകുന്ന മഹീദ് ശൈഖ് റളിയല്ലാഹു അൻഹു അബ്ദുൽ ഖാദിർ ജീലാനിക്ക് കൊടുത്തു. അതാണ് ഉമ്മ ഉപ്പായത്തിന്റെ സൈഡിൽ തുന്നിപ്പിടിച്ച കഥ ചെറുപ്പത്തിൽ നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത്. ആ കഥ ഞാനിപ്പോൾ പറയുന്നില്ല, നമുക്കൊക്കെ അറിയാവുന്ന കഥയാണ്. ആ സ്വർണ്ണം എവിടുന്നാ കിട്ടിയത്? അതിങ്ങനെ കിട്ടിയതാണ്. വാപ്പാടെ ഓഹരിയാണ്, അനന്തര സ്വത്താണ്. വിശാലമായ ചരിത്രം. അദ്ദേഹം ഇൽമു പഠിക്കാൻ വേണ്ടി പോയി. പോകുന്ന വഴിയിൽ കൊള്ളസംഘം പിടിച്ചു. അതൊക്കെ നമുക്കറിയാവുന്ന ചരിത്രം. ബഗ്ദാദിന്റെ മണ്ണിലെത്തി. 18 വർഷം ശേഷം ഇൽമു പഠിക്കാൻ പോയ അദ്ദേഹം ഇൽമു പഠിക്കാൻ വേണ്ടി തന്റെ ആയുസ് ചെലവഴിച്ചത് 32 വർഷമാണ്. എത്ര വർഷമാണ്? 32 കൊല്ലം. ആനവാമന് പറയുകയാണ്, എല്ലാ ഇൽമിന്റെ ശാഖോപശാഖകളിൽ ഞാൻ മുങ്ങിക്കുളിച്ചു എന്ന് മാത്രമല്ല, അക്കാലഘട്ടത്തിലെ പണ്ഡിതന്മാരിൽ ഒറ്റമൊത്തായി ഞാൻ നിലകൊണ്ടു. ഞാൻ പഠിക്കാത്തതായ ഫന്നില്ല. പരിശുദ്ധമായ ഖുർആൻ പഠിച്ചു, അതിന്റെ തഫ്സീർ പഠിച്ചു, ഹദീസ് പഠിച്ചു, നിദാന ശാസ്ത്രം പഠിച്ചു, ഓളശാസ്ത്രം പഠിച്ചു, തർക്കശാസ്ത്രം പഠിച്ചു എന്ന് വേണ്ട എല്ലാ ഫുറൂലുകളും ഞാൻ മുങ്ങിക്കുളിച്ചു. എല്ലാ ഇൽമിന്റെ ശാഖോപശാഖകളിൽ നിന്ന് കുളിച്ചുകൊണ്ട് ഞാൻ കടന്നു വന്നു. അതുകൊണ്ടാണ് മഹാനുഭാവൻ ഏറ്റവും വലിയ അലിമായി തീർന്നത്, ഔലിയാക്കളുടെ നേതൃപദവിയിലേക്ക് എത്തിയത്. 32 കൊല്ലം ശരിക്ക് പഠിക്കുക. നമ്മളൊരു കുട്ടിയെ ഓതാൻ കൊണ്ടയാക്കി വീട്ടിൽ വന്നിട്ട് ഓളിമ്പല്ലടിക്കുമ്പോ വാതില് തുറക്കുന്നത് ഈ കൊണ്ടയാക്കിയ ഹേവാനാണ്. അപ്പൊ കുടിക്ക് സർബത്ത് വേണോ? ഇതാ കളി. അവൻ ഒളിച്ചോടി അടുത്ത വണ്ടിക്ക് വന്ന് വാപ്പ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് അവനിവിടെ എത്തിയിട്ടുണ്ട്. കൊട്ടക്കലുകൊണ്ട് ഓതാൻ വിട്ടതാണ്. ഇങ്ങനെ ഒളിച്ചോടി പോകുന്ന മക്കളാണ് നമുക്കുള്ളത്. അല്ലാഹു ആക്കട്ടെ. തങ്ങൾ ദുആയിരുന്നത് പോലെ അല്ലാഹു നമ്മുടെ മക്കളെ സാലിഹീൻ ഉൾപ്പെടുത്തുമാറാം. ഉറക്കെ പറയും, അല്ലാഹു സാലിഹീൻ ഉൾപ്പെടുത്തട്ടെ. നിങ്ങൾക്കൊരു വിഷമം ഉണ്ടല്ലേ, സാർ ഒന്ന് വേഗം വിട്ടിരുന്ന പൊതി ചൂടാറും. ഞാൻ വേഗം വിടും, നിങ്ങൾ വിഷമിക്കണ്ട. വിഷമില്ലേ? ഇല്ല. ഇല്ലാത്തവരൊന്ന് കൈ ഉയർത്തിക്കാൻ നോക്കട്ടെ. ആഹാ ഉള്ള ഇതിപ്പോ നമ്മൾ കുടുങ്ങി. ഞങ്ങൾക്ക് വിഷമാന്ന് പറഞ്ഞ് വേഗം ഓടാന്നായിരുന്നു. എന്തായാലും ശ്രദ്ധിക്കുക. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ശ്രദ്ധിക്കും. 11 നമുക്ക് വിടാം കേട്ടാ, നിങ്ങൾ ആരും ബുദ്ധിമുട്ടിക്കൂല. ശ്രദ്ധിച്ചു. ഇവിടെ ശ്രദ്ധിക്കുക, നല്ലതുപോലെ ശ്രദ്ധിക്കുക. ബഹുമാനപ്പെട്ട മുഹീദ് ശൈഖ് റളിയല്ലാഹു തആല അൻഹു പഠിച്ച് അവസാനം പഠനം പൂർത്തിയായപ്പോൾ വയസ്സ് 51 വയസ്സായി. പഠിച്ചു തീർന്നപ്പോ വയസ്സെത്രേ? മുഹീദ് ശൈഖിനെ പറ്റി പഠിക്കുക കേട്ടാ, ചെറിയ സദസ്സല്ല. അല്ലാഹു തൗഫീഖ് തരട്ടെ. മുഹീദ് ശൈഖ് ആരാണ്? ഒരു വലിയ ആരാണെന്നുള്ള ഉസ്താദ് പരിചയപ്പെടുത്തി. അതാ കേട്ടോ, വലിയ 32 കൊല്ലം ഇൽമു പഠിക്കാൻ വേണ്ടി തന്റെ ജീവിതം മുഴുവൻ വെച്ചു. വെറുതെ പഠിക്കല്ല, അങ്ങോട്ട് പോയിട്ട് വ്യാഴം പള്ളിയും കിട്ടുമ്പോൾ ലീവ് അടിച്ചിട്ട് യാ അല്ലാഹ് വീട്ടിൽ വന്നിരിക്കുക. അതല്ല, ഇതും അങ്ങോട്ട് പഠിക്കാൻ പോയാൽ പിന്നെ അല്ലാഹ് ഒറ്റ ഇരുത്തോ. 32 കൊല്ലം ആലിമീങ്ങളുടെ പുറകെ നടന്ന് ഇൽമു ശരിക്ക് പഠിച്ചെടുത്തു. എല്ലാം പഠിച്ചു 32 കൊല്ലം. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ മുങ്ങിക്കുളിച്ചു എന്ന് പറയാൻ മാത്രമുണ്ട്, ശരിക്കും എല്ലാ ഫന്നും നല്ലതുപോലെ തറവാക്കി. എന്നിട്ടാണ് പിന്നീട് അദ്ദേഹം വിവാഹത്തെ പറ്റി ചിന്തിച്ചത്. അല്ലാഹുവേ, ഞാൻ എല്ലാ സുന്നത്തും എടുത്തു നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ തഹജ്ജുദ് നമസ്കാരത്തിന് ഞാൻ നിലകൊണ്ടു. പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് നീണ്ട സൂറത്തുകൾ ഓതി ഞാൻ നമസ്കരിച്ചു. ഞാൻ ദുഹാ നമസ്കരിച്ചു, വിത്ർ നമസ്കരിച്ചു, എല്ലാ നമസ്കാരങ്ങളും കൃത്യമാക്കി അവ്വാബി നമസ്കരിച്ചു. പക്ഷെ റസൂലുള്ളാഹിയുടെ സുന്നത്താക്കപ്പെട്ടതാകുന്ന നിക്കാഹ് ഞാൻ കഴിച്ചില്ലല്ലോ. അന്നിക്കാഹു മിൻ സുന്നത്തി, നിക്കാഹ് എന്റെ ചര്യയിൽ പെട്ടതാണ് എന്ന്
ഹബീബായ റസൂലുള്ളാഹി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിക്കാഹ് എനിക്ക് കഴിക്കണമെന്ന് നിയ്യത്ത് വെച്ചുകൊണ്ട് വഹീദ് ശൈഖ് റളിയല്ലാഹു തആല നിയ്യത്ത് വെക്കുകയാണ്, വിവാഹം ചെയ്യുകയാണ്. എത്ര വിവാഹം കഴിച്ചു? 4 വിവാഹം കഴിച്ചു. ആര്? ആരുടെ കാര്യം പറയുന്നു? വഹീദ് ശൈഖ് റളിയല്ലാഹു. എന്തിനാ ഉസ്താദേ 4 വിവാഹം എന്നിങ്ങനെ ചിലർ കരുതുന്നുണ്ടാവും. വിവാഹത്തിന്റെ ലക്ഷ്യം എന്താണ്? ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാമകേളികൾ മാത്രമല്ല വിവാഹം കൊണ്ട് ലക്ഷ്യം. വിവാഹത്തിന്റെ ലക്ഷ്യം നമ്പർ 1 കേട്ടോ. എന്താ ലക്ഷ്യം? അല്ലാഹുവിന്റെ പൊരുത്തമാണ്, അല്ലാഹുവിന്റെ സംതൃപ്തിയാണ്. നീ വിവാഹം ചെയ്യുന്നത് അല്ലാഹു അനുവദിച്ച പ്രകാരമാണ്. വിവാഹം എന്താണ്? ഹലാലായ മാർഗത്തിലൂടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടിയാണ് വിവാഹം എന്ന് പറയുന്നത്. 4 പേരെ അന്യസ്ത്രീകളുമായി ബന്ധപ്പെട്ടെന്നല്ല, 4 പേരെ അള്ളാഹുവിന്റെ സംതൃപ്തിക്ക് വഴങ്ങിക്കൊണ്ട് വിവാഹം കഴിച്ചു. കാരണം വയസ്സമ്പത്തൊന്നായി. മുത്തുനബി പഠിപ്പിച്ചതാകുന്ന പ്രായം എത്രയാണ്? വളരെ ചുരുങ്ങിയതാണ്. അഅ്മാറു ഉമ്മത്തി മാബൈന 60 വ 70, 60ന്റെയും 70ന്റെയും ഇടയിലാണ്. അപ്പൊ ഇതിന് കുറഞ്ഞ ആയുസുള്ളൂ. കുറഞ്ഞ കാലഘട്ടത്തിനിടയിൽ കുറച്ച് മക്കള് സ്വാലിഹീങ്ങളാകുന്ന മക്കളെ വേണം. എന്തിനു വേണ്ടി? ഒന്നാമത്തത് അള്ളാഹുവിന്റെ സംതൃപ്തിയാണ്. എന്താ അള്ളാഹുവിന്റെ സംതൃപ്തി? ഈ ലോകത്തുള്ളതാകുന്ന സൃഷ്ടിജാലങ്ങൾ പടച്ച റബ്ബിന് വേണ്ടി ആരാധിക്കുന്നവരായാൽ അത് അല്ലാഹുവിന്റെ സംതൃപ്തിയാണ്, സംതൃപ്തിയാണ്. 4 വിവാഹം മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കഴിച്ചുകൊണ്ട് അദ്ദേഹം നിയ്യത്ത് വെക്കുന്നു. ഒന്നാമത്തെ നിയ്യത്ത് പടച്ച റബ്ബിന്റെ സംതൃപ്തിയാണ്, സംതൃപ്തിയാണ്. കാരണം ഞാൻ വിവാഹം കഴിക്കുന്നതിലൂടെ എനിക്ക് ഹലാലാക്ക പെണ്ണിലൂടെ ഞാൻ ഇണചേരുമ്പോ അതിലൂടെ പടച്ച തമ്പുരാൻ എനിക്കൊരു കുട്ടിയെ തരുമ്പോ അത് മുസ്ലിമായ മുസ്ലിമത്തായ സഹോദരിയാണ്, മുസ്ലിമത്തായ പൊന്നുമോനാണ്, പൊന്നുമോളാണ്. അവരെ പടച്ച റബ്ബിനെ ആരാധിക്കുകയാണ്. അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ഒരു സൃഷ്ടിയെ കൂടി ഈ ലോകത്തേക്ക് പടച്ചതിന്റെ പേരിൽ പടച്ച റബ്ബിന്റെ സംതൃപ്തി എനിക്ക് കിട്ടുമെന്ന് മനസ്സിലാക്കിയ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. അതാണ് അവരുടെ നിയ്യത്ത് നമ്പർ 1. വിവാഹത്തിന്റെ ലക്ഷ്യം അതാകണം. ഏത്? അല്ലാഹുവിന്റെ പൊരുത്തം. എന്ത്? നീ വിവാഹം ചെയ്യുന്നതിലൂടെ ഹലാലായ പെണ്ണിലൂടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് അതിൽ പടച്ച തമ്പുരാൻ ഒരു കുട്ടിയെ നൽകിയാൽ അവൻ ആരാൻ? മുസ്ലിമാൻ. മുസ്ലിമായാൽ അവൻ ആരാധിക്കുന്നത് ആരെയാണ്? അല്ലാഹുവിനെയാണ്. അല്ലാഹുവിനെ ആരാധിക്കാനുള്ള ഒരു സൃഷ്ടിയെ കൂടി നീ സംവിധാനം ഒരുക്കി. അതുകൊണ്ട് പടച്ച റബ്ബിന്റെ സംതൃപ്തി നിനക്കുണ്ടാകുന്നു. അതാണ് ലക്ഷ്യം നമ്പർ 1. രണ്ടാമത്തെ ലക്ഷ്യം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംതൃപ്തിയാണ്, സംതൃപ്തിയാണ്. നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ അല്ലാഹുവിന്റെ കോടതിയിലെത്തുന്നു. ലോകത്തുള്ള എല്ലാ ആളുകളും അതത് പ്രവാചകന്മാരുടെ പിന്നിലായി അണിനിരന്നുകൊണ്ട് മഹ്ശറിലേക്ക് വരുമേ. ഫകൈഫ ഇദാ ജനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജനാ ബിക അലാ ഹൗലാഇ ഷഹീദാ. നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ അല്ലാഹുവിന്റെ കോടതിയിൽ നിലകൊള്ളുമ്പോ ഓരോ പ്രവാചകന്മാരുടെയും പിന്നിലായി അണിനിരന്നുകൊണ്ട് അതത് പ്രവാചകന്മാരുടെ സമുദായങ്ങൾ നാളെ മഹ്ശറിലേക്ക് കടന്നു വരുമേ, കടന്നു വരുമേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹാബാ, അന്ന് നിങ്ങൾ അധികരിച്ച് കാണുന്നതിന് അഥവാ എന്റെ സമുദായം അധികരിച്ച് കാണുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് ഹബീബായ റസൂലുള്ളാഹി. എല്ലാ പ്രവാചകന്മാരും അതത് പ്രവാചകന്മാരുടെ അനുയായികളുമായി മഹ്ശറിലേക്ക് കടന്നു വരുമ്പോ എന്റെ സമുദായം മറ്റുള്ള പ്രവാചകന്മാരുടെ സമുദായക്കാൾ അധികരിച്ചതായി കാണുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അപ്പൊ റസൂലുള്ളാഹിന്റെ പൊരുത്തം കിട്ടും. എന്ത്? കുട്ടികൾ അധികരിച്ചാൽ. കാരണം റസൂലുള്ളാഹിന്റെ ഉമ്മത്ത് അധികരിക്കാൻ, സമുദായം അധികരിക്കാൻ. മനസ്സിലായോ? ഇതൊക്കെയാ വിവാഹത്തിന്റെ ലക്ഷ്യം. അപ്പൊ ഇത് മനസ്സിലാക്കി മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു വയസ്സ് കുറയായി, 51ആയി, കുട്ടികൾ വേണം. അപ്പൊ 4 വിവാഹം കഴിച്ചു. മറ്റേത് ഒരാൾ പ്രസവിച്ച് അടുത്ത 2 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ പിന്നെ അടുത്ത പ്രസവം നടക്കുള്ളൂ. മക്കൾ എത്രയായി? 49 മക്കളായി. ഇത് കൊള്ളാലോ ഉസ്താദ്, എഴുന്നേറ്റ് പോകാതിരുന്നത് കാര്യമായി. കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. 49 ഉള്ളല്ലോ. ആരുടെ കാര്യം പറയുന്നു? മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. ഉറക്കം പറ. ഇത് മറ്റേ എളാപ്പാടെ പേര് കേട്ടോ അനങ്ങാതിരിക്കുക. റളിയല്ലാഹു അൻഹു. അതാ പറയാം. അല്ലാഹു തൗഫീഖ് തരട്ടെ.
49 മക്കള്, 27 ആൺമക്കളും 22 പെൺമക്കളും. ആർക്ക്? 27 ആൺമക്കളിൽ 14 ആൺമക്കളും ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയി. 13 ആൺമക്കളാണ് ബാക്കിയായത്. 27 പേരിൽ ചെറുപ്പത്തിലെ മരണപ്പെട്ടു. എത്ര പേര്? 14 ആൺമക്കൾ. ബാക്കിയായത് എത്ര പേർ? എത്ര ആൺമക്കൾ ബാക്കിയായി? വലുതായി 13 പേര്. 22 പെൺമക്കളിൽ 21 ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോയി. ഒരൊറ്റ പെണ്ണ് മാത്രമാണ് വലുതായി ബാക്കിയായത്. അപ്പോ ഒരു പെണ്ണും 13 ആണും, മൊത്തം എത്ര ബാക്കിയായി? 14 പേര്. അഥവാ 49 പേരിൽ 35 ആണും പെണ്ണും ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോയി. ഒരു കണക്ക് പ്രകാരം പറയുകയാണെങ്കിൽ ബാക്കിയായത് എത്ര പേർ? 14 പേര്. എളുപ്പമുണ്ട് അങ്ങനെ പഠിക്കാം. 49 പേരിൽ ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയ മക്കൾ എത്ര പേര്? 35 പേര് ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയാണ്. അഥവാ മഹത്തുക്കളാകണമെങ്കിൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കുറേ പരീക്ഷണം കൊടുക്കും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കളെ ചെറുപ്പത്തിൽ അല്ലാഹു മരിപ്പിച്ചില്ലയോ? ആൺമക്കളൊക്കെ ചെറുപ്പത്തിൽ മരണപ്പെട്ടില്ലേ? അബ്ദുള്ള, ഖാസിം മരണപ്പെട്ടു പോയില്ലേ? ഇബ്രാഹിം മരണപ്പെട്ടു പോയില്ലേ? റളിയല്ലാഹു അൻഹും അല്ലാഹുവിന്റെ ദർജ ഉയർത്തുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആൺമക്കൾ ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോയി. പരീക്ഷണമാണ്. വഹീദ് ശൈഖ് റളിയല്ലാഹു തആല ദർസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ശിഷ്യന്മാർ വന്നുകൊണ്ട് പറയുകയാ, ശൈഖ് അവരുടെ നിങ്ങളുടെ ഭാര്യ പ്രസവിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ദർസ് അവസാനിപ്പിക്കുമ്പോഴേക്കും അടുത്ത ശിഷ്യൻ വന്ന് പറയും, നേരത്തെ പ്രസവിച്ചു എന്ന് പറഞ്ഞതായ കുട്ടിയില്ലയോ? മരണപ്പെട്ടു പോയി. അൽഹംദുലില്ലാഹ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി ഒരു വിഷമവും ഇല്ല, ബുദ്ധിമുട്ടും ഇല്ല. എന്താ കാരണം? അല്ലാഹ് തന്നത് അല്ലാഹു എടുത്തു. ഈമാൻ അതാണ്. അത് മാത്രമല്ല, പണവും പൈസ ഒക്കെ പോയപ്പോ പറഞ്ഞ അങ്ങനെയല്ലേ, വലിയ സാമ്പത്തിക ശേഷിയുള്ള ആളായിരുന്നു ആര്? മനസ്സിലാക്കണം. അദ്ദേഹത്തെ മാത്രം വെച്ചിട്ട് ഒരു ദിവസം നമുക്ക് പറയണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആരാണ് മുഹീദ്ദീൻ ശൈഖ്? ഒക്കെ പഠിക്കണം. ഇക്കാലഘട്ടത്തിലുള്ള കുറെ പേര് മനസ്സിലാക്കും, പച്ച പതച്ചിട്ട് ഏതെങ്കിലും മക്കാമി 5 പേരിൽ 50 മോതിരം ഇട്ടിട്ട് യാഹു അടിച്ചുകൊണ്ടിരുന്ന ടീമാണ്. ഒന്നും അല്ല, ഇത് സാദാ സീദാ അതല്ല. നമ്മൾ മനസ്സിലാക്കിയാൽ അങ്ങനെ ഒരു ശൈഖായിട്ടൊന്നും നിങ്ങൾ മുഹീദ്ദീൻ ശൈഖിനെ കാണണ്ട. ശരിക്ക് പഠിച്ചിറങ്ങിയ വ്യക്തിയാണ്. തിരുവേഗപ്പുറം മുഹമ്മദ് മുസ്ലിയാർ റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ ദർജ ഉയർത്തട്ടെ. അവര് മുദരിസായിരുന്നു. അവസാന കാലഘട്ടമാകുമ്പോഴാണ് അള്ളാഹുവിലേക്ക് ലയിച്ച് അള്ളാഹ് എന്ന ചിന്തയിൽ മതിമറന്നുകൊണ്ട് പടച്ചറപ്പിലേക്ക് തിരിഞ്ഞപ്പോ ചെറുതായി പോയി. അള്ളാഹ് ലയിച്ചപ്പോ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരുടെ അടുക്കലേക്ക് ഇജാദത്തിന് വേണ്ടി എത്രയോ ആളുകൾ പോയി സമീപിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും കയ്യിൽ അദ്ദേഹം ദിക്ർ കൊടുക്കൂല. കൊടുക്കുന്ന ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. 1 ലക്ഷം എല്ലാം പറയും, ചൊല്ലിക്കഴിയുമ്പോൾ ശരീരത്തിൽ ചൂട് കൂടും. വീണ്ടും വരും, 1 ലക്ഷം എല്ലാം പറയും. വീണ്ടും അവര് ശൈഖ് അവറുകൾ കൊടുക്കുന്നതാകുന്ന ദിക്റേറ്റുകൊണ്ട് മുരീദന്മാര് ചൊല്ലി 1 ലക്ഷം കൂടിയാകുമ്പോ 2 ലക്ഷമാകുമ്പോ ശരീരത്തിൽ വല്ലാത്തൊരു ചൂട്, ജദബിന്റെ ഹാല്. 3 ലക്ഷമാകുമ്പോഴത്തേക്ക് സമനില തെറ്റുകയാണ്. അതിന് എത്ര ആളുകൾ തെറ്റിപ്പോയവരുണ്ട്. അള്ളയിലേക്ക് ലയിക്കുകയാണ്. അങ്ങനെ 3 ലക്ഷം കൊടുത്തുകൊണ്ട് ദിക്റേറ്റ് വാങ്ങിയിട്ട് ഞാനും ഉസ്താദേ 10 ലക്ഷം ചൊല്ലിയിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ നമസ്കാരവും നിന്റെ ഇബാദത്തും നിന്റെ തഖ്വയുമല്ല. അള്ളയിലേക്ക് ലയിക്കണേ, പടച്ചറപ്പിലേക്ക് ലയിക്കണേ. മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അക്കാലഘട്ടം കണ്ട ഏറ്റവും വലിയ ധനികനാണ്. ശൈഖ് അവറുകൾ 51ാമത്തെ വയസ്സ് മുതൽ ശേഷിച്ചതാകുന്ന 40 വർഷത്തോളം ദർസ് രംഗത്തിൽ സജീവമാവുകയാണ്. 18 വയസ്സ് മുതൽ 32 വയസ്സ് പരിപൂർണമായി അദ്ദേഹം ഇൽമിന് വേണ്ടി ചെലവഴിച്ചു. 51ാമത്തെ വയസ്സ് വരെ ഇൽമ പഠിക്കാൻ. എന്നിട്ട് പിന്നീടുള്ള പരിപാടിയോ ബാക്കി പിന്നീട് 40 കൊല്ലം ഇൽമ പഠിപ്പിക്കൽ തന്നെ. തദ്രീസ് ദർസിന്റെ രംഗത്ത് മുദരിസ് ദർസ് എടുത്ത് 40 കൊല്ലം ദർസ്. 91ാമത്തെ വയസ്സിലാണ് വഫാത്താകുന്നത്. റബീഉൽ ആഖിർ 11-ന്. ആര്? മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ ശിഷ്യന്മാര് വന്നുകൊണ്ട് പറയുകയാണ്, ശൈഖ് അവറുകളെ, നിങ്ങളുടെ വലിയ സമ്പത്തുമായി പോകുന്ന കച്ചവട ചരക്കുമായി പോകുന്നതായ ആ കപ്പലിലെയോ അതിനാ കടലിന്റെ നടുക്ക് വെച്ചുകൊണ്ട് കത്തി അമർന്നു പോയിട്ടുണ്ട്, പരിപൂർണമായി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്.
മാനവர்கள் പറയുന്ന വാക്ക് ഒന്ന് മാത്രമാണ്, അൽഹംദുലില്ലാഹ്. പറയുന്നതിന് മുമ്പ് തന്നെ മഹാനവറുകളൊന്ന് കുനിയുകയാണ്, തന്റെ നെഞ്ചിലേക്കൊന്ന് നോക്കുകയാ, എന്നിട്ട് പറഞ്ഞ വാക്ക് അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോ അതേ വ്യക്തി തന്നെ വന്നുകൊണ്ട് പറയുകയാ, ശൈഖ് അവറുകളെ, നിങ്ങളുടെ കപ്പലല്ല കത്തിയമർന്നത്, അത് മറ്റാരോടെയാണ്, തെറ്റിപ്പോയതാണെന്ന് പറയുമ്പോ മനസ്സിലേക്ക് വീണ്ടും നോക്കിയിട്ട് പറയുന്നു അൽഹംദുലില്ലാഹ്. ദർസ് കേട്ടുകൊണ്ടിരിക്കുന്ന മുത്തല്ലിമീങ്ങൾ ചോദിക്കുകയാണ്, എന്താണ് ഈ പറയുന്നത് ശൈഖ് അവറുകളെ? പതിവില്ലാത്ത വചനങ്ങൾ നിങ്ങൾ ദർസിനിടയിൽ പറഞ്ഞുവല്ലോ, എന്തുകൊണ്ടാണ് ഈ വാക്യങ്ങൾ മൊഴിഞ്ഞത്? നിങ്ങളുടെ കച്ചവട ചരക്കുമായി കടന്നു വന്ന കപ്പലിതാ കടലിന്റെ നടുക്ക് വെച്ചുകൊണ്ട് നഷ്ടപ്പെട്ടു പോയി എന്ന് കേട്ടപ്പോൾ നിങ്ങൾ പറഞ്ഞത് അൽഹംദുലില്ലാഹ് എന്നാണ്. അത് നിങ്ങളുടെ അല്ല എന്ന് പറയുമ്പോഴും നിങ്ങൾ പറഞ്ഞത് അൽഹംദുലില്ലാഹ് എന്നാണ്. ശൈഖ് അവറുകൾ പറയുകയാണ്, കടലിന്റെ നടുക്കലത്തിൽ വെച്ചുകൊണ്ട് എന്റെ കച്ചവട ചരക്കുമായി കടന്നു വന്നതായ മുഴുവൻ സാധനങ്ങളുമായി കടന്നു വന്നതായ കപ്പല് മുഴുവനും കത്തിയമർന്നു പോയെന്ന് കേട്ടപ്പോ ഞാൻ എന്റെ ശരീരത്തിലേക്ക് നോക്കി, എന്റെ മനസ്സിലേക്ക് നോക്കി. എന്റെ മനസ്സിന് വല്ല ചിതറലുണ്ടോ? എന്റെ മനസ്സിന് വല്ല പതറലുണ്ടോ? എന്റെ മനസ്സിന് വല്ല ആശങ്കയുണ്ടായിട്ടുണ്ടോ? ഞാൻ ഇന്ന് വരെ സ്വരൂപിച്ച, ഞാൻ ഇന്ന് വരെ ഒരുമിച്ച് കൂട്ടിയ എന്റെ സർവ്വസമ്പാദ്യങ്ങളും നശിച്ചു പോകുന്നത് കണ്ടുകൊണ്ട് എന്റെ മനസ്സിന് വല്ല ആശങ്കയും ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കുമ്പോ എന്റെ മനസ്സിനൊരു കുഴപ്പവുമില്ല. എന്റെ മനസ്സിനെ പിടിച്ചു നിർത്തിയ പടച്ചറപ്പേ, നിനക്ക് അൽഹംദുലില്ലാഹ്, നിനക്കാണ് സർവസ്തുതിയും അല്ലാഹ്. നിങ്ങളുടെ അല്ല ശൈഖ് അവറുകളെ, അത് മറ്റാരുടെയോ സാധനങ്ങളാണെന്ന് പറഞ്ഞപ്പോ എന്റെ ശൈഖ് അവറുകളെ അൽഹംദുലില്ലാഹ് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല പറയുകയാണ്, എന്റെ അല്ല കച്ചവട ചരക്ക്, അത് മറ്റൊരുത്തന്റെ ആണെന്ന് കേൾക്കുമ്പോ മനസ്സ് സന്തോഷിക്കുന്നുണ്ടോ, മനസ്സിന് ചലനമുണ്ടോ എന്ന് ഞാൻ മനസ്സിലേക്ക് നോക്കി. പക്ഷെ എന്റെ മനസ്സിന് പതറലില്ല, എന്റെ മനസ്സ് ചെതറിയിട്ടില്ല. എന്റെ മനസ്സ് എവിടെയാണെന്നത് അതേ സ്ഥലത്ത് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു പോയി അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. എന്റെ മനസ്സിനെ ഇളക്കാത്ത, എന്റെ മനസ്സിനൊരു ഇളക്കം തരാത്ത പടച്ചറപ്പേ, നിനക്കാണ് സർവസ്തുതിയും അല്ലാഹ്, നിനക്കാണ് സർവസ്തുതിയും അല്ലാഹ്. ഇതാനടാ അല്ലാഹുവിന്റെ ഔലിയാക്കൾ, അൽ വലിയു അൽ ആരിഫ് ബില്ലാഹ് ഹസ്ബമാ യുംകിൻ. അല്ലാഹുവിനെ കുറിച്ച് പഠിക്കാൻ കഴിയുന്നിടത്തോളം 32 വർഷം രാവും പകലും ബഗ്ദാദിന്റെ മണ്ണിൽ പോയി ഉലമാക്കളുടെ ചാരത്ത് നിന്ന് ഔലിയാക്കളെ കണ്ടെത്തി, മഹത്തുക്കളുടെ ചാരത്ത് നിന്ന് ഉസ്താദുമാരുടെ തിരുസവിധത്തിൽ ചെന്ന് അവർക്ക് ഖിദ്മത്തെടുത്ത് മനോഹരമായി ഇൽമ പഠിച്ചെടുത്ത മുഹയ്യിദ്ദീൻ ശൈഖ് അവരെ പോലെയുള്ള മഹത്തുക്കളാണ് വലിയ. അല്ലാതെ മക്ബറകൾ വന്നിരുന്നുകൊണ്ട് പച്ച പുതച്ചിട്ട് ജനങ്ങളെ പിഴപ്പിക്കുന്ന ജിന്നമ്മമാരും ജിന്ന സേവകന്മാരുമല്ല. അത്തരത്തിലുള്ള എത്ര ആളുകൾ ഇന്ന് മലബാർ ദേശത്ത് സുലഭമാണ്. അവരുടെ പിറകെ സാമ്പത്തികമായി കടന്നു ചെല്ലുന്ന മലബാറിന്റെ മലപ്പുറത്തുള്ള പ്രിയപ്പെട്ട മക്കളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, ഖേദിക്കണേ, ദുഃഖിക്കണേ. എത്രയെത്ര ചിന്നമ്മമാരാണ് ഇന്ന് തഴച്ചു വളർന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ മത്സ്യക്കച്ചവടം നടത്തിയിരുന്നവർ, ഒരു കാലഘട്ടത്തിൽ മീൻ കൊട്ടയും തലയിൽ വെച്ചുകൊണ്ട് നടന്നതായ ആളുകൾ ഇന്ന് വലിയ ഉസ്താദുമാരായി ചമയുന്ന കാലഘട്ടമാ. എവിടെ നിന്നാണ് അവൻ ബിരുദമെടുത്തത്? ഏത് ഉസ്താദിന്റെ അടുക്കൽ നിന്നാണ് ഇൽമു പഠിച്ചത്? ബഹുമാനപ്പെട്ടതാകുന്ന ഇമാം നവവി റളിയല്ലാഹു അൻഹു മജ്മൂ എന്ന ശറഹുൽ മുഹദ്ദബിന്റെ മുഖദ്ദിമയിൽ രേഖപ്പെടുത്തിയതായ ഒരു വാക്യമുണ്ട്, അൽ ഇൽമു യുഖദു മിൻ അഫ്വാഹിൽ അസാതീദി ലാ മിൻ ബുതൂരിൽ കുതുബി. ഇൽമു പഠിക്കേണ്ടത് പണ്ഡിതന്മാരുടെ വാക്കിൽ നിന്നാണ്. ഉലമാക്കളുടെ സമസ്യയുടെ പണ്ഡിതന്മാരുടെ നാവിൽ മുമ്പ് കടന്നു വരുന്നതായ ഇൽമ് അത് നീ ഏറ്റെടുക്കണേ സഹോദരാ. പണ്ഡിതന്മാരുടെ മരണം വല്ലാത്തതാണ്. ഈ അടുത്തടുത്ത് എത്രയോ ഉലമാക്കൾ മരണപ്പെട്ടു പോയി. ഖാസിം ഉസ്താദ് മരണപ്പെട്ടു പോയില്ലയോ? ചെറോട് ഉസ്താദ് മരണപ്പെട്ടു പോയില്ലയോ? ഇമാം ഉസ്താദ് മരണപ്പെട്ടു പോയില്ലയോ? അതിപ്പത്തെ ഉസ്താദ് മരണപ്പെട്ടു പോയില്ലയോ? സുബ്ഹാനല്ലാഹ്, മൗത്തുൽ ആലിമി മൗത്തുൽ ആലം. പണ്ഡിതന്റെ മരണം ലോകത്തിന്റെ മരണം തന്നെയാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് ബഹുമാന
ബഹുമാനപ്പെട്ട ഉസ്താദുമാര്, ബഹുമാനപ്പെട്ട മാത്തൂർ ഉസ്താദ് ദുആ ചെയ്തത്, പടച്ച റബ്ബേ ഇനി അത്തരത്തിലുള്ള ഒരു മരണവാർത്ത ഞങ്ങളെ നീ കേൾപ്പിക്കല്ലേ. അടുത്തൊന്നും സാലിഹീങ്ങളാകുന്ന ഈ സമുന്നതരാകുന്ന പണ്ഡിതന്മാരെ മരിപ്പിക്കല്ലേ. ഉറക്കാമീ പറയണേ സോദരാ. കാരണം ആലിമീങ്ങൾ മരിക്കലിലൂടെ ഇൽമ നശിക്കുകയാണ്. ഇന്നല്ലാഹ യഖ്ബിദുൽ ഇൽമ ഇംതിസാഅൻ യന്തസിഉഹു മിനൽ ഇബാദ്. ഇന്നല്ലാഹ ലാ യഖ്ബിദുൽ ഇൽമ ഇംതിസാഅൻ യന്തസിഉഹു മിനൽ ഇബാദ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലാഹു അടിമകളിൽ നിന്ന് ഇൽമിനെ പിടിച്ചെടുക്കുകയല്ല, ഇൽമിനെ അവരുടെ ഹൃദയത്തിൽ നിന്ന് ഊരിയെടുക്കുകയല്ല, മറിച്ച് വലാകിൻ യഖ്ബിദുൽ ഇൽമ ബിഖബ്ദിൽ ഉലമാ. പണ്ഡിതന്മാരെ മരിപ്പിക്കലിലൂടെ, ഉലമാക്കളുടെ മരണത്തിലൂടെ ഇൽമ ഉയർത്തപ്പെടുകയാണ്. ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പണ്ഡിതന്മാരുടെ ഇൽമ ഇന്ന് നമുക്കുണ്ടോ? ഒരു കാലഘട്ടത്തിൽ ഡമസ്കസിൽ ഒരു വലിയ ഗ്രന്ഥശേഖരം ഉണ്ടായിരുന്നു. 10 ഏക്കറോളം പ്രവിശാലമായ ഗ്രന്ഥശേഖരമാ. ഒരു സുബഹിക്ക് സമയമായപ്പോ ആ 10 ഏക്കറോളം വലിപ്പമുള്ള ഗ്രന്ഥശേഖരം കുത്തുബഹാര പരിപൂർണമായി കത്തി നശിക്കുകയാണ്. 10 ഏക്കർ വലിപ്പമുള്ള കുത്തുബഹാന. സുബ്ഹാനല്ലാഹ്. 10 ഏക്കർ എന്ന് പറഞ്ഞാൽ സങ്കല്പിച്ചു നോക്ക്. ആർക്കാ 10 ഏക്കർ സ്വന്തമായിട്ടുള്ളത്? 10 ഏക്കർ വലിപ്പമുള്ള ഒരു കുത്തുബഹാന, കിതാബിന്റെ ശേഖരം. കുത്തുബഹാനെ കയറിയിട്ടുള്ളവർക്കറിയാം, ഇങ്ങനെ നടക്കാനുള്ള സ്ഥലം ഉണ്ടാവുള്ളൂ. ഇങ്ങനെ അട്ടിക്കിങ്ങനെ വെച്ചിരിക്കും. വലിയ സ്റ്റൂള് കസേരയൊക്കെ ഇട്ടിട്ട് കയറും. വലിയ വലിയ കുത്തുബഹാനകൾ 10 ഏക്കർ വലിപ്പത്തിൽ മുഴുവൻ ഇൽമാണ്. മുഴുവൻ ഇൽമ, തഫ്സീറിന്റെ ഗ്രന്ഥങ്ങൾ, ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ, കർമ്മശാസ്ത്രം, തർക്കശാസ്ത്രം, ഗോളശാസ്ത്രം, നിദാനശാസ്ത്രം, എല്ലാ ഫന്നും ഉണ്ട് അറച്ചു വെച്ചിരിക്കാൻ. ഒരു സുപ്രഭാതത്തിൽ അലംഘനീയമായ വിധിപ്രകാരം പടച്ച റബ്ബിന്റെ തീരുമാനമാണ്. അത് മുഴുവനും കത്തി നശിക്കുകയാണ്. അത് മുഴുവനും വെണ്ണീറാവുകയാണ്. പണ്ഡിതന്മാർക്ക് ഭയങ്കര വിഷമം. അവർക്ക് അങ്ങനെയാണ്. അവരുടെ ഒരു കിതാബ് കത്തുക എന്ന് പറയുന്നത് സ്വന്തം മക്കൾ മരിക്കുന്നതിനേക്കാൾ വിഷമമാണ്. അവരത്രത്തോളം പൊന്നുപോലെ സൂക്ഷിക്കാൻ. പണ്ട് ഓതിപ്പടിച്ചതാകുന്ന നൂറുൽ അബ്സാർ മുത്തഫരിദിന്റെ ഗ്രന്ഥവും ഫത്ഹുൽ മുഈനും ഒക്കെ ഇപ്പോഴും ചിലപ്പോൾ ഒരു കാര്യം ഉണ്ടാവൂല, അവർക്ക് അവരുടെ ജീവിതത്തിൽ അതൊന്നും പ്രയോജനം ഉണ്ടാവൂല. ഇപ്പോ വേറെ ഫീൽഡായിരിക്കും, എങ്കിൽ പോലും അത് ബൈൻഡ് ചെയ്ത് സൂക്ഷിച്ചു വെക്കും. അതൊരു ബഹുമാനം കൊടുക്കും ആലിമീങ്ങൾ. എന്തുകൊണ്ട്? അവർക്ക് ആ കിതാബ് ഭയങ്കര വലിപ്പമാണ്, ഇൽമിനോടുള്ളൊരു വലിപ്പം അല്ലേ. ഇത് മുഴുവനും കത്തിവെച്ചപ്പോൾ എല്ലാവരും കരച്ചിലായി. ഉലമാക്കൾ മുഴുവൻ ഭയങ്കര കരച്ചിലായി. ഞാൻ നിർത്താണ് ഇവിടെ ശ്രദ്ധിക്കും. ഇൽമിന്റെ വലിപ്പം പറയാണ്, ഇവിടെ ശ്രദ്ധിക്കും. ആലിമീങ്ങളുടെ വലിപ്പം. അപ്പൊ ബഹുമാനപ്പെട്ട ഇബ്നുൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്. അദ്ദേഹം പറഞ്ഞു, ആരും വിഷമിക്കണ്ട കേട്ടോ. ഹഫിദുഹാ കുല്ലഹ, അത് മുഴുവനും ഞാൻ മനപ്പാടാക്കിയിട്ടുണ്ട്. ഏത് 10 ഏക്കറോളം പ്രവിശാലമായ ഒരാൾക്ക് കഷ്ടിച്ച് നടക്കാൻ മാത്രമുള്ളതാകുന്ന സ്ഥലമിട്ടിട്ട് ബാക്കി മുഴുവനും കിതാബിന്റെ വലിയ ഗോപുരങ്ങൾ സൃഷ്ടിച്ചതായ ആ മനോഹരമാക്കപ്പെട്ട മുഴുവൻ ഗ്രന്ഥങ്ങളും മുഴുവനും ഞാൻ മനപ്പാടമാക്കിയിട്ടുണ്ട്. ഒരു എഴുത്തുകാരനെ വെച്ച് തന്നാൽ ഞാനത് മുഴുവൻ എഴുതിത്തരാം. എനിക്കെഴുതാൻ കഴിയില്ല, മുഴുവൻ ഞാൻ പറയും, അദ്ദേഹം എഴുതിക്കോണം. കറാമത്തി എന്നോണം 3 മാസം കൊണ്ട് അത് മുഴുവനും എഴുതിയെന്നാണ്. അത് മുഴുവൻ അതേപോലെ വീണ്ടും വന്നു. അതെങ്ങനെ സാധിക്കും? സാധിക്കും. കുല്ലുമാ ജാസ അൻ യകൂന മുഅ്ജിസത്തൻ ലിനബിയ്യിൻ ജാസ അൻ യകൂന കറാമത്തൻ ലിവലിയ്യിൻ ഇല്ലൽ ഖുർആൻ. ഇത് ഉസൂലുൽ ഖായിദയാണ്. എന്താണ്? കുല്ലുമാ ജാസ അൻ യകൂന മുഅ്ജിസത്തൻ ലിനബിയ്യിൻ ജാസ അൻ യകൂന കറാമത്തൻ ലിവലിയ്യിൻ ഇല്ലൽ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ ഒഴികെ ബാക്കിയുള്ള സർവ്വതും അമ്പിയാക്കൾക്ക് മുഅ്ജിസത്തായി അമാനുഷികമാകുന്ന കഴിവിലൂടെ പടച്ച തമ്പുരാൻ നൽകിയിട്ടുള്ള സർവ്വതും ഔലിയാക്കൾക്കും കിട്ടാം, അത് സാധിക്കും എന്നാണ് പണ്ഡിതപക്ഷം. അത് ഖായിദ അങ്ങനെയാണ്, നിയമം അങ്ങനെയാണ്. കറാമത്ത് എന്ന നിലയ്ക്ക് അവർക്ക് അത് സാധിക്കും. അമ്പിയാക്കൾക്ക് മുഅ്ജിസത്തായി സംഭവിച്ചത് ഔലിയാക്കൾക്ക് കറാമത്തായി സംഭവിക്കാം. ഇബ്നുൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു കറാമത്ത് എന്ന് പറയണം മുഴുവനും അദ്ദേഹം രേഖപ്പെടുത്തി പറഞ്ഞു കൊടുത്തു. വേറെ ഇരുന്ന കാത്തിബ് മുഴുവൻ എഴുതി. മുഴുവനും എന്താ ഞാൻ പറഞ്ഞു വന്നത്? ഈ ഇബ്നുൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മകൻ ബഹുമാനപ്പെട്ട ഇമാം നബി റളിയല്ലാഹു അൻഹുവിലേക്ക് ചേർത്ത് നോക്കിയിട്ട് ഒരിക്കലും അദ്ദേഹത്തിന്റെ ഇൽമിന്റെ ഒരു അംശത്തോളം എത്തുകയില്ല. 10 ഏക്കറോളം പ്രവിശാലമാക്കപ്പെട്ട ഗ്രന്ഥശേഖരങ്ങൾ മുഴുവനും മനപ്പാടമാക്കി വെച്ച ഇബ്നുൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു 2ാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നബി റളിയല്ലാഹു അൻഹുവിന്റെ ഇൽമിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അദ്ദേഹത്തിന്റെ ഇൽമ് വളരെ വിരളമാണ്. 2ാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നബി റളിയല്ലാഹു അൻഹുവിന്റെ ഇൽമ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിലേക്ക് ചേർത്ത് നോക്കിയിട്ട് മദ്ഹബിന്റെ ഇമാമായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അദ്ദേഹത്തിന്റെ ഇൽമ് വളരെ കുറവാണ്.
ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഇൽമിലേക്ക് ബഹുമാനപ്പെട്ടതാകുന്ന സ്വഹാബത്ത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഇൽമിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ ഷാഫി ഇമാമിന്റേതാകുന്ന അറിവ് വളരെ കുറവാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്ന ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മകന്റെ അറിവ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇൽമിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ 100-ൽ 1% പോലുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇൽമിന്റെ വലിപ്പം എത്രയാണിത്? അപ്പൊ ഇൽമ എവിടെയാണ്? ഇതൊന്നുമില്ല, ഒരു സുന്നത്തുമില്ല, ഒരു മദ്ഹബിന്റെ വീക്ഷണവുമില്ല, തലമറയ്ക്കൂല. ഏതെങ്കിലും കോലത്തിൽ ജടപിടിച്ച മുടികളുമായി ഏതെങ്കിലും കോലത്തിൽ ഞാൻ ജദ്ബിന്റെ ഹാലിലാണെന്നൊക്കെ പറഞ്ഞ് അള്ളയെ തിരിച്ചറിയാത്ത കോലത്തിൽ പടച്ചറപ്പിനെ പഠിച്ചിട്ടില്ലാത്ത, ഇന്ന് വരെ ദർസെടുക്കാൻ കഴിയാത്ത, ഫീലും ഫായിലും തിരിച്ചറിയാത്ത ഏതെങ്കിലും സ്ഥലങ്ങൾ വന്നിരുന്നു കൊണ്ട് ജനങ്ങളെ പിടിപ്പിച്ചുകൊണ്ട് സിദ്ധന്മാരായി വ്യാജ ചിഹ്നന്മാരായി ചമയുന്ന ആളുകളെ, ആത്മീയ ചൂഷകരെ മുസ്ലിം സമുദായം തിരിച്ചറിയണം. എന്താണെന്ന് പോലും തിരിച്ചറിയില്ല. ആലിം എന്താണ്, ഇൽമെന്താണെന്ന് ഒന്നും അറിയാൻ പാടില്ല. അങ്ങനത്തെ ആളുകളുണ്ട്. അവരുടെ അടുക്കൽ പോയി നിങ്ങളുടെ സാമ്പത്തികം നഷ്ടപ്പെടുത്തരുതേ. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ആത്മീയ ചൂഷണമാണ്. ഇങ്ങനെ വാങ്ങിയെടുക്കുക പോരെ, ഹറാമ ആവശ്യമില്ലാത്ത പരിപാടി. എന്നിട്ട് അവരിങ്ങനെ വലിയ രമ്യ ഹർമ്മങ്ങൾ പണിത്, കൊട്ടാരങ്ങൾ പണിത്, ഇങ്ങനെ കാറിലും BMW-ലും മെഴ്സിഡസും ബെൻസിലും ഒക്കെ ഇങ്ങനെ പായ. അവര് വലിയ ആൾക്കാരാ, സൂഫികൾ. സുബ്ഹാനല്ലാഹ്, ഇതാണോ സൂഫികൾ? ഇത് കള്ള സൂഫികൾ. അള്ളാഹുവിന്റെ ഔലിയാക്കളെ കാണുമെങ്കിൽ നോക്കി, നിങ്ങളുടെ ചാരത്തുണ്ട്.